വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നത് പപ്പായ ഫേഷ്യലാണ്. ഇപ്പൊ പാർലറിലൊക്കെ പോയി നമ്മളൊരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ 350-400 റേഞ്ച് വരുന്നുണ്ട് പപ്പായ ഫേഷ്യലിനൊക്കെ. പിന്നെ കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് പോകാനും കുറച്ച് കഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്നെയും എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് മേലെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ, കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് പോവാം. കമോൺ. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് പപ്പായ തന്നെയാണ്. നല്ല പഴുത്ത പപ്പായ, ഒരു ചെറിയ കഷ്ണം മതി. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതുമാതിരി ഉണ്ടാവും അത്. പിന്നെ കുറച്ച് അരിപ്പൊടി വേണം. ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കായിട്ട് നമ്മൾ പപ്പായ, കോഫി പൗഡർ, കുറച്ച് തൈര് 2-3 കൂടെ ചേർത്തിട്ടാണ് പാക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുകയാണ് വേണ്ടത്. അതിന്റെ ക്ലെൻസർ അല്ലെങ്കിൽ പിന്നെ പാല് നല്ലൊരു ക്ലെൻസിങ് ഏജന്റ് ആണ്. നമ്മൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ കുളിച്ചു വന്നോളൂ. അപ്പോൾ ഓൾറെഡി ക്ലീൻ ഫേസ് ആണ്. നമുക്ക് സ്ക്രബ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അരിപ്പൊടിയിലേക്ക് 1 സ്പൂണ് പപ്പായ ഇട്ട് കൊടുത്ത് അതിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം വേണ്ടു. നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് കുറച്ച് ഡ്രൈ ആയാലാണ് പിന്നെ സ്ക്രബിന്റെ എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുള്ളൂ. അതുകൊണ്ട് ജാസ്തി വെള്ളം യൂസ് ചെയ്യണ്ട. നെക്കിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും ഇത് ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്തു പോയാൽ സ്കിന്ന് സാഗ് ആവും. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്താൽ മതി, ജാസ്തി പ്രസ് ചെയ്തിട്ട് ചെയ്യണ്ട. ഇതൊരു 4 to 5 മിനിറ്റ് നമ്മൾ ഇതേമാതിരി മസാജ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട്. നമ്മളൊരു 30-35 ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ഒരു ഫേഷ്യല്, ഒരു പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഏജ് ആകുമ്പോൾ സ്കിന്നൊക്കെ സാഗ് ആവുന്നതൊക്കെ തടയാൻ പറ്റും. വളരെ നല്ലതാണ്. പിന്നെ ഇതുമാതിരി ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിന് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അപ്പോൾ ഫേസൊക്കെ ടൈറ്റ് ആവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാം. ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്യാം. ഒരു 2-3 മിനിറ്റ് സ്റ്റീം കൊടുത്താൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് വേഗം റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എൻ്റെ ഫേസിൽ ഇല്ല. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വൈറ്റ് ഹെഡ്സ് ഉണ്ട് കുറച്ച്. ചിലർക്ക് ഇത് ഭയങ്കര പെയിൻ ആയിരിക്കും. ഇത് വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ട് അല്ലെങ്കിൽ
സ്റ്റീം എടുത്തിട്ട് ഇതുമാതിരി ചെയ്ത് കൊടുത്താൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കണ്ടിന്യൂ പോകുന്നതാണ്. ഇതുപോലെ ഒരു ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ റിമൂവർ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. പാർലർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റീം കൊടുത്താൽ ഇത് പെട്ടെന്ന് വരും ഫേസിന്. മൂക്കിൻ്റെ അടുത്തും പിന്നെ മൂക്കിൻ്റെ മേലെയും ഇവിടെ ചിന്നിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വേഗം റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്താൽ തന്നെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും മുഖത്തിന്. ഒരു ഇതൊക്കെ ഉണ്ടാവുമ്പം റഫായിട്ടുണ്ടാവും ഫേസ് നന്നായിട്ട്. നമ്മളിങ്ങനെ തടവി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മൂക്കിൻ്റെ അവിടെയൊക്കെ തരിതരി ഇങ്ങനെയായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആവും ഫേസ്, മൂക്കെല്ലാം. ഇത് ഫാൻസി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ വാഷ് ചെയ്തത്. ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യാൻ ഞാൻ വെറും പപ്പായൻ്റെ പൾപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണേൽ ഹണി യൂസ് ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വെറും പപ്പായ മാത്രമാണ് ഇടുന്നത്. പപ്പായ നമ്മുടെ ഫേസിന് നന്നായിട്ട് ബ്രൈറ്റ്നെസ് കൊടുക്കും കേട്ടോ. നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് മസാജ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെയാണ് നെക്ക് മേലോട്ടേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഈ നെക്കിൻ്റെ അവിടെ ഡബിൾ ചിഹ്നം അങ്ങനെയൊക്കെ വരില്ലേ, അതൊക്കെ മാറാൻ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വേറൊരാൾ ചെയ്ത് തരുമ്പോഴാണ് ഫേഷ്യലിന്റെ എഫക്റ്റ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക. നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് കിടക്കാനും പറ്റും 1 മണിക്കൂർ. നെക്സ്റ്റ് ചിന്ന്. ഇത് 15 മിനിറ്റ് മസാജാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 15 മിനിറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് 15 മിനിറ്റ് ചെയ്താൽ മതി. ഓരോന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇതുപോലെ ഒരു സ്ട്രോക്ക് കൊടുക്കാം. ഇവിടെ പ്രസ് ചെയ്യുക നന്നായിട്ട്. നെക്സ്റ്റ് ലിപ്പ്.
നെക്സ്റ്റ് നമ്മളിവിടെ ഉണ്ടാവില്ലേ, നമ്മൾ ചിരിക്കുമ്പോൾ ഒക്കെ ഒരു ലൈൻ, ലാഫിങ് ലൈൻ എന്നാ പറയുക അതിന്, അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷിവർ ചെയ്യുക ഹാൻഡ്സ്, എന്നിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അത് പോകാൻ വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യുന്നത്. നെക്സ്റ്റ് നോസ്. എനിക്ക് പറ്റുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ ആൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതലുണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ കിടന്നിട്ട് തലയുടെ സൈഡിൽ ഒരു വേറെ ആൾ നിന്ന് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്ന് സാഗായി പോകും. അത് അപ്വേർഡ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ കണ്ണിന്റെ അടുത്തുള്ള ചുറ്റുമുള്ള സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് അവിടെ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയും ഇതിന്. ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്കിന്ന് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് നമുക്ക് നല്ല ചൂടായിട്ട് തോന്നും. നമ്മളിത് ചെയ്യുമ്പോൾ ഒരിക്കലും ഫേസിൽ നിന്ന് നമ്മളെ കൈ എടുക്കാൻ പാടില്ല. പിന്നെ അത് കഴിയുന്നത് വരെ നമ്മുടെ കൈ ഫേസിൽ തന്നെ ഉണ്ടാവണം. അപ്പം നമ്മൾ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ അടുത്ത് തന്നെ വെക്കണം. അപ്പോൾ ഒരു കൈ ഫേസിൽ വെച്ചിട്ട് മാത്രം നമ്മളത് എടുക്കുക. അപ്പം അത് അങ്ങനെ വിട്ടുപോയാൽ അതിൻ്റെ എഫക്റ്റ് പോകുന്നതാണ് പറയുന്നത്. ഞങ്ങൾ VLCC ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലാണ് ഞാൻ പഠിച്ചത്, ബ്യൂട്ടി കോഴ്സ്. അവിടെ പറഞ്ഞു തരുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമോ. ഇത് നമ്മുടെ പ്രഷർ പോയിന്റ്സ് ആണ്. ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും.
ഇങ്ങനെ അപ്വേർഡ് ചെയ്ത് കൊടുത്താൽ സ്കിന്ന് സാഗ് ആവുന്നത് തടയാൻ പറ്റും നമുക്ക്. ഏജ് ആവുമ്പോൾ കുറച്ച് സ്കിൻ ഇവിടെയൊക്കെ തൂങ്ങിയ പോലെ ഉണ്ടാവില്ലേ ചിന്നിൻ്റെ സൈഡിലൊക്കെ, അത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ എഫക്റ്റീവാണ്. ഇത് കെമിക്കലൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, പക്ഷെ ഫലം സൂപ്പറാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഞാൻ 2-3 പ്രാവശ്യം ചെയ്യുന്ന, ഓരോന്നിനും 2-3 പ്രാവശ്യം ചെയ്യുന്നതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ബട്ട് ഇത് 15 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇത് തന്നെ ചെയ്യുക. അപ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും ചെയ്യാതെ തന്നെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് ഇപ്പോൾ ഒന്ന് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ട് പിന്നെ അടുത്തയിലേക്ക് കടന്നാലും കുഴപ്പമില്ല, എല്ലാം ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷെ 15 മിനിറ്റ്സ് ചെയ്താലാണ് സ്കിന്ന് നല്ല സ്മൂത്തായി നല്ല ഗ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ലാസ്റ്റ് ഫെദർ ടച്ച് ആണ്. പതുക്കെ ഒന്ന് തലോടി കൊടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്യാം. ശരിക്കും ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ വർത്താനം പറയാൻ പാടില്ല, റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഫേഷ്യൽ സ്റ്റെപ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് പ്രഷർ പോയിന്റ്സ് ഉണ്ട്, അത് ചെയ്യാം. ഫസ്റ്റ് ഇവിടെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രഷർ പോയിന്റ്സ് പ്രസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇവിടെ 1 2 3 4 5 6 7 8 നമ്മുടെ നെക്കിന്റെ ബാക്കിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടോണർ മീൻസ് പിന്നെ റോസ് വാട്ടർ ആവാം, കുക്കുംബറിന്റെ ടോണർ ആവാം, പിന്നെ ചെമ്പരത്തിന്റെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, ചെമ്പരത്തിന്റെ ടോണർ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചെമ്പരത്തിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണ് പപ്പായ, ഒരു 1/2 സ്പൂണ് കോഫി പൗഡർ, ഒരു 1/2 സ്പൂണ് തൈര്, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിനി നമ്മളൊരു 20 മിനിറ്റ്സ് നമ്മളെ ഫേസിൽ തന്നെ വെക്കണം. അധികം ഡ്രൈ ആവണ്ട, നമുക്ക് മനസ്സിലാവുമല്ലോ. അത് ഓരോ പാക്ക് ഓരോ ടൈപ്പാണ്. ചിലത് വേഗം ഡ്രൈ ആയിട്ട് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് വലിയും മുഖത്ത്, അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പം നമ്മുടെ സ്കിൻ അത് ചുളിവ് വരുന്ന പറയുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമ്മളിത് വാഷ് ചെയ്ത് കൊടുക്കുക. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം, മറന്നു പോകരുത്. ഈ കാപ്പിപ്പൊടി നല്ല എഫക്റ്റീവാണ് കേട്ടോ, നല്ല ബ്രൈറ്റ്നസ് കൊടുക്കും ഫേസിന്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. നമുക്കൊരു 20 മിനിറ്റ്സ്, അപ്പോഴത്തേക്ക് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് പാക്ക്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാക്ക് ഇട്ടിട്ട് വർത്താനം പറയരുത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇത് ചുളിവ് വരാനേ ഇത് ഉപകരിക്കുകയുള്ളൂ.
അപ്പോൾ വർത്താനം പറയാതെ റിലാക്സ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ആദ്യം ഒന്ന് വെട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനലിൽ ഒരു മസാജ് കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തേക്ക് വെയിൽ കൊള്ളാനോ പിന്നെ സോപ്പ് പൗഡർ അതുപോലത്തെ ഒന്നും യൂസ് ചെയ്യാനോ പാടില്ല. അപ്പോൾ ഈ ഫേഷ്യൽ ചെയ്ത് എപ്പോഴും ഒരു 2 ദിവസം കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് ഫേസിൽ കാണാൻ പറ്റുക. അപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ ഉള്ള കുട്ടികൾ കല്യാണത്തിൻ്റെ മുമ്പേ 2 ദിവസം മുമ്പേ ഒക്കെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ വെഡ്ഡിംഗ് ഡേക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതെടുത്ത് നന്നായിട്ട് കാണിക്കും, ബ്രൈറ്റ് ആയിട്ടുണ്ടാവും ഫേസ്. അപ്പം ഞങ്ങളൊക്കെ എപ്പോഴും കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ്, ഇപ്പോൾ സൺഡേ കല്യാണമാണെങ്കിൽ ഫ്രൈഡേ ആണ് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിപ്പോൾ 35-40 ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്ലി 2 ടൈംസ് ഒക്കെ ഇങ്ങനെ ചെയ്യാം. 15 ഡേയ്സിന്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ, നല്ലതാണ്. സ്കിന്നൊക്കെ ടൈറ്റ് ആവും. പാർലറിൽ പോയിട്ട് ഇത്രയും പൈസ ചെലവാക്കണം എന്ന ആവശ്യമൊന്നുമില്ലല്ലോ. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ഫേഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നതെന്ന്. നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോസുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ബൈ. ഇത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചെമ്പരത്തിൻ്റെതായാലും കുഴപ്പമില്ല, കുക്കുംബർ അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ സ്കിൻ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ ആയാലും മതി. അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ലൈറ്റ് ഡ്രൈ ആവുമ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ യൂസ് ചെയ്യുന്നത്, SPF 15 20 30 അങ്ങനെ ഏതാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് ഇട്ടിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം, ഫേഷ്യലിന്റെ ശേഷം